നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒരു സ്പ്രേ പോലത്തെ എന്തോ ഒരു സാധനം സ്പ്രേ ചെയ്യുന്നു, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതൊരു വലിയ സൈസായിട്ട് സോളിഡ് മെറ്റീരിയലായിട്ട് മാറുന്നു. ഇതിൻ്റെ പേരാണ് സ്പ്രേ ഫോം. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നിന്ന് വലിയ ക്വാണ്ടിറ്റിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനും ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യാനും തെർമൽ റെസിസ്റ്റൻസ് നൽകുവാനും വേണ്ടിയൊക്കെയാണ് ഈ സ്പ്രേ ഫോം എന്ന വസ്തു യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് കെമിക്കൽസ്, ഒന്ന് ഐസോസയനേറ്റ്, 2 പോളിയോൾ. ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് പോളിയൂറിത്രേനും അതേപോലെ തന്നെ കുറച്ചധികം കെമിക്കൽസിൻ്റെ ഒരു മിക്സ്ചറുമായിട്ട് മാറുന്നു. ഈ മിക്സ്ചർ എക്സ്പാൻഡ് ചെയ്യുകയും വലിയൊരു സോളിഡ് മെറ്റീരിയലായിട്ട് ഹാർഡനായി മാറുകയാണ് ചെയ്യുന്നത്. 1937 ഓട്ടോ ബെയർ എന്ന വ്യക്തിയായിരുന്നു ഈ പോളിയൂറിത്രേൻ എന്ന വസ്തു കണ്ടുപിടിക്കുന്നത്. ഇദ്ദേഹം ഇത് കണ്ടുപിടിച്ചത് കെമിക്കൽ സബ്സ്റ്റൻസുകളുടെ ചെറിയ വോളിയങ്ങൾ തമ്മിൽ മിക്സ് ചെയ്ത് ഡ്രൈ ഫോം മെറ്റീരിയൽ നിർമ്മിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ്. പോളിയൂറിത്രേൻ എന്ന മെറ്റീരിയൽ ഇപ്പോൾ നമ്മുടെ ഷൂ സോളുകളിലും അതേപോലെ തന്നെ ബിൽഡിംഗ് ഇൻസുലേഷനായിട്ടും കുറേയധികം വസ്തുക്കളിലും യൂസ് ചെയ്യുന്നുണ്ട്. പൊതുവെ 2 ടൈപ്പായിട്ടാണ് സ്പ്രേ പോളിയൂറിത്രേൻ ഫോം കാണപ്പെടുന്നത്. ഒന്ന് ലൈറ്റ് ഡെൻസിറ്റിയും ഒന്ന് മീഡിയം ഡെൻസിറ്റിയും. ലൈറ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കി ഗ്യാപ്പ് വരുന്നതൊക്കെ അടയ്ക്കുവാൻ വേണ്ടി. രണ്ടാമത്തത് മീഡിയം ഡെൻസിറ്റി സ്പ്രേ ഫോമാണ്. ഭിത്തികളുടെ ഇടയിലുള്ള ഗ്യാപ്പുകൾ ഏകദേശം 50 മില്ലിമീറ്ററിന് മുകളിലുള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമാണ് മീഡിയം ഡെൻസിറ്റി സ്പ്രേ ഫോം യൂസ് ചെയ്യുന്നത്.